ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 26-ാം തിരുലിഖിതം. നീ നടക്കുന്ന വഴി ഉത്തമമെന്ന് ഉറപ്പിക്കുക, അപ്പോൾ നീ സുരക്ഷിതനായിരിക്കും. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇതാ ദൈവം തൻ്റെ രക്ഷയുടെയും കൃപയുടെയും അനുഭവവും തൻ്റെ ആത്മാവിനെയും അവിടെ നിന്ന് വർഷിക്കുകയാണ്. സക്കറിയ പ്രവചനത്തിൽ 12-ാം അധ്യായത്തിൽ 10-ാം തിരുലിഖിതം, അന്ന് ഞാൻ ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി അവർ ഏകജാതനെ പ്രതി എന്നതുപോലെ കരയും, ആദിജാതനെ പ്രതി എന്നതുപോലെ വിലപിക്കും. മെഗിദോ സമുദ്രത്തിലെ വിലാപം പോലെയായിരിക്കും അത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതേപോലെ തൻ്റെ ആത്മാവിനെയും തൻ്റെ കൃപയെയും ഈ സമൂഹത്തിലേക്ക് വർഷിച്ച് അനുതാപത്തിൻ്റെയും ദൈവാനുഭവത്തിൻ്റെയും വേദികളിലേക്കും മേഖലകളിലേക്കും ഇതാ നമ്മളെ കർത്താവ് കൈപിടിച്ച് ഉയർത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനു മുമ്പ് ഇതേപോലെ കൃപയുടെയും പ്രാർത്ഥനയെയും ചൈതന്യം സ്വീകരിച്ചവർ അവരുടെ ജീവിതങ്ങളിൽ വലിയ ദൈവാനുഭവത്തിന് ഉടമകളായി മാറി. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ബിനു. ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്ന് വരുന്നു. ഞാൻ 3 വർഷമായി ഈ ധ്യാന കേന്ദ്രത്തിൽ വന്ന് മാസാദ്യ വെള്ളിയാഴ്ച ശുശ്രൂഷ കൂടുന്നു. മറ്റുള്ള വെള്ളിയാഴ്ചകളിലൊക്കെ വന്ന് അനുഗ്രഹം പ്രാപിച്ചു വരുന്നു. അങ്ങനെ ഇരിക്കെ 3 മാസം മുമ്പ് എൻ്റെ വെല്ലുമ്മച്ചി, ഏലിക്കുട്ടി എന്നാണ് പേര്, ചാത്തമറ്റത്ത് താമസിക്കുന്നു. വെല്ലുമ്മച്ചി ഇവിടെ ഹാർട്ടിന് പ്രശ്നം വന്ന് സെൻറ്റ് മേരീസ് ഹോസ്പിറ്റൽ തൊടുപുഴയിൽ അഡ്മിറ്റായിരുന്നു. അപ്പോൾ വെല്ലുമ്മച്ചിയുടെ ആങ്ങളമാർ ഡോക്ടർമാരാണ്, അവരുടെ മക്കളെല്ലാം ഡോക്ടേഴ്സാണ്. എല്ലാവരും കൂടി തീരുമാനമെടുത്തു, ഇനി വെല്ലുമ്മച്ചിക്കൊന്നും ചെയ്യാനില്ല, ഹാർട്ടിൻ്റെ മസിലാണ് വീക്ക്, അപ്പോൾ അതിന് സർജറി ചെയ്യണം, ഹാർട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഹാർട്ട് മാറ്റി വയ്ക്കുന്നത് 78 വയസ്സുള്ള അമ്മച്ചിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും സാധ്യമായിരുന്നില്ല. അമ്മച്ചിക്ക് അമിതമായ പ്രഷറും ഷുഗറും എല്ലാം ഉള്ള ആളായതിനാൽ സാധിക്കുകയില്ല. അപ്പോൾ ഒരു 3 ദിവസം കൂടി ICUവിൽ നമുക്ക് ഒബ്സർവേഷൻ നടത്തിയതിന് ശേഷം ആളെ റൂമിലേക്ക് മാറ്റാം, മറ്റു ചികിത്സകളൊന്നും സാധിക്കുകയില്ല എന്നുള്ള തീരുമാനമെടുത്തു. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മമ്മിക്ക് ICUവിൽ കയറുന്നതിനും അമ്മച്ചിയെ കാണുന്നതിനും ഒരു സാവകാശം ലഭിച്ചു. അപ്പോൾ ഞാനിവിടെ സഹിയം ധ്യാന കേന്ദ്രത്തിൽ നിന്ന് വെഞ്ചരിച്ചു കൊണ്ടുപോയി. ആരൊക്കെ അനുവാദം? മമ്മിക്ക് അല്ലേ? മമ്മിക്ക്, എൻ്റെ ഈ ചേട്ടൻ്റെ മമ്മിക്ക് ഈ വല്യമ്മച്ചി ഒന്ന് പോയി കാണാനൊരു അവസരം കിട്ടി. ആ സമയത്ത് ഈ മമ്മി എന്ത് ചെയ്തു? മമ്മിയുടെ കയ്യിൽ ഞാൻ ഇവിടെ നിന്ന് വെഞ്ചരിച്ച എണ്ണ കൊടുത്തു വിട്ടു. മമ്മി ആ വെഞ്ചരിച്ച എണ്ണ വല്യമ്മച്ചിയുടെ മേൽ പുരട്ടി പ്രാർത്ഥിച്ചു. ആ മമ്മി അവിടെ ചെന്നിട്ട് ഈ ധ്യാന കേന്ദ്രത്തിൽ വെഞ്ചരിച്ച എണ്ണ അങ്ങോട്ട് ആ വല്യമ്മച്ചിയുടെ ദേഹത്ത് അങ്ങോട്ട് പുരട്ടി. എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന. അപ്പോൾ വല്യമ്മച്ചി ചോദിച്ചു, നീ എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പം മമ്മി പറഞ്ഞു, ഇതുപോലെ സിഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും അച്ഛൻ വെഞ്ചരിച്ചു വന്ന എണ്ണയാണെന്ന് ഒട്ടായാലച്ഛൻ്റെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. എണ്ണ പുരട്ടി അമ്മ പുറത്തു വന്നു. പിറ്റേ ദിവസം വല്യമ്മച്ചി രോഗത്തിൽ നിന്നും സൗഖ്യം പ്രാപിച്ചു. പിറ്റേ ദിവസം തന്നെ വിടുതൽ. ICUവിൽ നിന്നും പുറത്തു വന്നു. ഇപ്പോൾ വല്യമ്മച്ചിക്ക് ഒരു കുഴപ്പമില്ല. കൂടാതെ വല്യമ്മച്ചി 4 പെമ്മക്കളുണ്ട്, ഒരു ആൺകുട്ടിയുണ്ട്. അവരുടെ വീടുകളിലെല്ലാം മാറി മാറി ഓരോ ആഴ്ച വെച്ച് താമസിക്കുന്നു. ആങ്ങളമാരുടെ വീട്ടിൽ പോകുന്നു. അതുപോലെ മക്കളുടെ വീട് പണി നടക്കുന്ന സ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഒരുപാട് ചെറുപ്പക്കാർ ചെയ്യേണ്ട ജോലിയെല്ലാം ഇപ്പോൾ വല്യമ്മച്ചി ചെയ്യുന്നതല്ലേ. കർത്താവ് ആരോഗ്യം പുനഃസ്ഥാപിച്ചു കൊടുത്ത് അനുഗ്രഹിച്ച്. 78 വയസ്സുണ്ടെന്ന് ഓർക്കണം, നിസ്സാര സംഗതിയല്ല. അപ്പോൾ വീട് പണി പൂർത്തിയാക്കുക, അങ്ങനെ പല എല്ലാ സ്ഥലങ്ങളിലും പോയി മേൽനോട്ടം വഹിക്കുക, ഇങ്ങനെയുള്ള പുതിയ കൃത്യങ്ങളിൽ ഏർപ്പെടാൻ തക്കവണ്ണം ആരോഗ്യം കൊടുത്ത ഇവർ 48 വയസ്സായവർ ഇങ്ങനെ ചതഞ്ഞിരിക്കുകയാണ്. പക്ഷേ 78 അമ്മച്ചി ഇപ്പോൾ സ്പോട്ടിൽ നടന്ന് നിർദ്ദേശം കൊടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത്രമാത്രം കർത്താവ് അങ്ങനെ ആരോഗ്യം കൊടുത്ത് അനുഗ്രഹിച്ച്. അതാണ് ബൈബിൾ പറയുന്നത്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം തരും. ചടഞ്ഞുകൂടി ഇരുന്ന് അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇതേപോലെ വിശ്വാസത്തിൻ്റെ ശുശ്രൂഷ ചെയ്ത് കൃപ പ്രാപിച്ച് പുലിക്കുട്ടിയെ പോലെ ചാടി എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ.
സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇവർ കണ്ട ഇവർ വിശ്വാസത്തിൻ്റെ ശുശ്രൂഷ അങ്ങോട്ട് ചെയ്തു കൊടുത്ത്, വിശ്വാസം ഉണ്ടായാൽ പോരാ, വിശ്വാസത്തിൻ്റെ ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു രോഗി ഉണ്ടാവും, അയ്യോ രോഗിയായി മരിക്കാറായി കാണുമായിരിക്കും, ഇനിയിപ്പോൾ പൈസ ഇല്ല, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ചിന്തിക്കുന്നത് കർത്താവ് മരിക്കാറായി, കർത്താവ് പറഞ്ഞ രോഗിയാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കുന്നു. വെഞ്ചരിച്ച വിശ്വാസം അല്ല എണ്ണ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വിശ്വാസ പ്രമാണം ചെല്ലുക, അല്ലെങ്കിൽ കൊന്ത ചെല്ലുക, കുരിശടയാളം വരയ്ക്കുക, പ്രാർത്ഥിക്കുക, ദൈവശക്തി അവിടെ വ്യാപരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുടുംബത്തിൽ അവർ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കൃപ പ്രാപിച്ചു. ആ കൃപ കൊണ്ട് അവർ ശുശ്രൂഷ ചെയ്തു. ആ കുടുംബത്തിൽ അവരുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ അനുഭവങ്ങൾ കർത്താവ് അവർക്ക് നൽകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ ദൈവമക്കളുണ്ടെങ്കിൽ ആ ദൈവമക്കളുടെ മേൽ കൈകൾ വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കണം. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്തവർ, അതുപോലെ ശരീരം മുഴുവൻ തളർന്നു കിടക്കുന്നവർ, കണ്ണ് കാണാൻ പറ്റാത്തവർ, അല്ലെങ്കിൽ രോഗികളായ കുഞ്ഞുങ്ങൾ, രോഗിയായ ജീവിത പങ്കാളി, രോഗികളായ മാതാപിതാക്കന്മാർ, അവരുടെ മേൽ ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൈകൾ വെച്ച് ഓരോ കുടുംബങ്ങളിലും ഇപ്പോൾ സർവശക്തനായ ദൈവത്തെ ആരാധിക്കട്ടെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ആരാധിക്കട്ടെ. എൻ്റെ ഈ കുടുംബത്തിൽ ഈശോ സൗഖ്യം തന്നാൽ ഞാൻ ഈശോയെ മഹത്വപ്പെടുത്താൻ വേണ്ടി അഭിഷേകാഗ്നിയിൽ സാക്ഷ്യപ്പെടുത്തും. ഹൃദയം കൊണ്ട് ദൈവമക്കളെ പ്രാർത്ഥിക്കുക. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തി, അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി ഇപ്പോൾ ഇപ്പോൾ ഈ രോഗികളിലേക്ക് വ്യാപരിക്കട്ടെ. ഈ രോഗികളിലേക്ക് വ്യാപരിക്കട്ടെ. യേശുവേ, യേശുവേ, അങ്ങയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അങ്ങയുടെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ അന്ധകാര പീഡകളെയും, എല്ലാ അന്ധകാര പീഡകളെയും, രോഗത്തിന്റെ ആധിപത്യങ്ങളെയും, രോഗത്തിന്റെ ആധിപത്യങ്ങളെയും, ശാരീരിക ക്ഷീണങ്ങളെയും ശാരീരിക ക്ഷീണങ്ങളെയും യേശു നാമത്തിൽ ശാസിക്കുന്നു. യേശു നാമത്തിൽ ശാസിക്കുന്നു. രോഗങ്ങളെ, രോഗങ്ങളെ, രോഗത്തിന്റെ ആധിപത്യങ്ങളെ രോഗത്തിന്റെ ആധിപത്യങ്ങളെ നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നസ്രായനായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. വിട്ടുമാറി പോവുക. വിട്ടുമാറി പോവുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. ഓരോ രോഗിയുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓരോ കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. രോഗത്തിന് മേൽ യേശുവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, നിങ്ങളുടെ നാമത്തിൽ ക്ഷീണങ്ങൾ മാറട്ടെ, നിങ്ങളുടെ നാമത്തിൽ സൗഖ്യം നിറയട്ടെ, നിങ്ങളുടെ നാമത്തിൽ അന്ധകാരങ്ങൾ തകരട്ടെ, നിങ്ങളുടെ നാമത്തിൽ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. യേശുവേ, ആരാധന, യേശുവേ, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, യേശുവേ ആരാധന. കർത്താവായി ഈശോയുടെ നാമത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഓരോ രോഗികളെ ആശീർവദിക്കുന്നു. യേശു നാമത്തിൽ സൗഖ്യം നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഇരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഈ മ്ലേച്ഛത എവിടെ നിന്ന്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിരവധി വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവർ തന്നെ അറിയാതെ നിബന്ധിക്കുന്ന ഒരു അധപ്പതിച്ച അന്തരീക്ഷമുണ്ട്. ഒരുമിച്ച് കൂടുമ്പോൾ അറിയാതെ വായിൽ നിന്ന് മ്ലേച്ഛത പുറപ്പെടുക. വാ തുറന്നാൽ ഈ കക്കൂസൂഴിയുടെ ആ സ്ലാബ് മാറ്റിയാൽ എന്നതുപോലെ ഉള്ളിൽ നിന്ന് മ്ലേച്ഛത വമിക്കുക. കല്യാണ വീട്ടിൽ ഒരുമിച്ച് കൂടിയാലും, മരിച്ചടക്കിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടിയാലും, ഈ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടിയാലും, പെരുന്നാളിന് ഒരുമിച്ച് കൂടിയാലും, പാർട്ടി മീറ്റിങ്ങുകൾക്ക് പോയാലും, ബസ്സിൽ കയറിയാലും, വെയിറ്റിംഗ് ഷെഡിൽ നിന്നാലും, ചില ആളുകൾ, ചില രീതിയിലുള്ള ആളുകൾ തമ്മിൽ സംഗമിച്ച് കഴിയുമ്പോൾ ഏതാണ്ട് ചില വേസ്റ്റുകളെല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ച് കഴിയുമ്പോൾ ചില ദുർഗന്ധം വരുന്നത് മാതിരി ഇതാ ദുർഗന്ധം വമിക്കുകയാണ്, മ്ലേച്ഛത വമിക്കുകയാണ്. ഞാൻ ചില സമയത്ത് ഇതെല്ലാം കേട്ടിട്ടുണ്ട്. ബസ്സിലിരുന്നുള്ള സംസാരങ്ങൾ, വെയിറ്റിംഗ് ഷെഡിലുള്ള സംസാരങ്ങൾ, പല വിശേഷ സന്ദർഭങ്ങളിലും ജനങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, ചില പ്രത്യേക ടൈപ്പ് ആളുകൾ കൂടുമ്പോൾ ഇതാ ഒരു വൃത്തികെട്ട സംസാരങ്ങൾ വരികയാണ്. ഞാൻ ചിന്തിക്കും, ഈ മ്ലേച്ഛത എവിടെ നിന്ന്? അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായം 13-ാം തിരുലിഖിതം
അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവനിൽ നിന്ന് മ്ലേച്ഛത വമിക്കും. കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവരെ നശിപ്പിക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലേ, നീ ഇങ്ങനത്തെ ഒരു ട്രെൻഡിന് അടിമയാണോ? ഇങ്ങനത്തെ രീതി നിന്നെ പീഡിപ്പിക്കുന്നുണ്ടോ? നീ ഒട്ടും ഭയപ്പെടണ്ട. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് ചികിത്സ പോലും ഫലിക്കാത്ത വിധമുള്ള അപൂർവ പീഡ നിന്നെ തേടി നിന്റെ കുടുംബത്തിലേക്ക് എത്തിച്ചേരും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 10-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു. അതിനോട് ഒട്ടി നിൽക്കുന്നവനിൽ നിന്ന് മ്ലേച്ഛത വമിക്കും. കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവരെ നശിപ്പിക്കും. ഈ മ്ലേച്ഛത എവിടെ നിന്ന്? എപ്പോൾ ജീവിതത്തിൽ അഹങ്കാരം പ്രവേശിക്കുന്നുവോ, എപ്പോൾ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും ചിന്താ മേഖലകളിലേക്കും അഹങ്കാരത്തിൻ്റെ വേരുപാകി അഹങ്കാരം അവിടെ നിറയുന്നുവോ, അവിടെ നിന്ന് മ്ലേച്ഛത ഒഴുകും. സഹോദരങ്ങളെ, അവിടെ നിന്ന് മ്ലേച്ഛത ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉറക്കെ പറയാ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിഹാസവും മ്ലേച്ഛതയും. ഇന്ന് നാം മനസ്സിലാക്കുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. അനേകം കുടുംബങ്ങളിൽ വളരെ കഠിനമായ രോഗങ്ങൾ, അതും ചികിത്സ ഫലിക്കുന്നില്ല. അതും ഡോക്ടർമാർ പരിശ്രമിച്ചിട്ട് രോഗത്തിൻ്റെ കാരണം മനസ്സിലാകുന്നില്ല. വളരെ വളരെ കഠിനമായ കാര്യങ്ങൾ ഇതാ ദൈവമക്കളെ അലട്ടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലത്തിൻ്റെ കാഠിന്യമാണ്, കലിയുഗമാണ്. അങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, അപൂർവമായ പീഡകൾ എവിടെ നിന്ന്? അപൂർവമായ പീഡകൾ ആരുടെ അടുത്തേക്ക്? അപൂർവമായ പീഡകൾ ഏത് കുടുംബത്തിലേക്ക്? മ്ലേച്ഛത വമിക്കുന്നവരുടെ കുടുംബത്തിലേക്ക്. അഹങ്കാരം അങ്ങോട്ട് മുറ്റി അതങ്ങോട്ട് ഹൃദയത്തിലേക്ക് അങ്ങോട്ട് പടർന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് മ്ലേച്ഛത അങ്ങോട്ട് ഒഴുകുക. ആരെക്കുറിച്ചും ദുഷിക്കാൻ മടിയില്ലാത്ത അവസ്ഥ. അതിന് ബിഷപ്പാകട്ടെ, തിരുസഭ അധികാരികളാകട്ടെ, കോൺവെൻറ്റുകളെ കുറിച്ചാകട്ടെ, എല്ലാവർക്കും നാനാജാതി മതസ്ഥർക്ക് ഭേദമന്യേ, കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാകട്ടെ, ആശുപത്രിയിൽ ശുശ്രൂഷ ചെയ്യുന്നവരെ കുറിച്ച് ആരെക്കുറിച്ചും ദുഷിക്കാൻ മടിയില്ലാത്തൊരു തലമുറ. ചെറിയവർ മുതൽ വലിയവർ വരെ തങ്ങളുടെ നാവ് കൊണ്ട് വേട്ടയാടുന്നവർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ പറയുന്നു, അഹങ്കാരിയും ധിക്കാരിയുമായ മനുഷ്യൻ്റെ പേര് പരിഹാസകൻ എന്നാണ്. അവൻ ആരെയും കൂസാതെ ഗർവോടെ പ്രവർത്തിക്കുന്നു. അഹങ്കാരിയും ധിക്കാരിയുമായ ഒരുവനിൽ നിന്നാണ് മ്ലേച്ഛത വമിക്കുന്നത്. ഇതാ പ്രതികാരം സിംഹത്തെ പോലെ ആ കുടുംബത്തിന് ജീവിതത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുവെന്ന് വിശുദ്ധ ലിഖിതം വെളിപ്പെടുത്തുകയാണ്. പരിഹാസം, അധമ സംഭാഷണം, ദൂഷണം, ഇങ്ങനെയുള്ള അധപ്പതിച്ച ജീവിതങ്ങളിലേക്ക് വീണുപോകുന്ന രീതികളിലേക്ക് വീണുപോകുന്നവരെ കുറിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ദൈവത്തിൻ്റെ വചനം സുഭാഷിതങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള തിരുലിഖിതങ്ങളിൽ ദൈവത്തിൻ്റെ മനസ്സ് വെളിപ്പെടുത്തി. അവിടെ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്, നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റിക്കറങ്ങി നടക്കുന്നു. അവൻ കല്യാണ വീട്ടിലേക്ക് പോകുന്നു, അവൻ മരിച്ചടക്ക് വീട്ടിലേക്ക് പോകുന്നു, ആ ഫംഗ്ഷനിലേക്ക് പോകുന്നു, ഈ ഫംഗ്ഷനിലേക്ക് പോകുന്നു, അവിടെ കാണുന്നു, ഇവിടെ കണ്ടുമുട്ടുന്നു, 2-3 പേരായി കൂട്ടം കൂടുന്നു, വാ പൊളിക്കുന്നു. നിർഗുണനായ ദുഷ്ടൻ കുടില സംസാരവുമായി ചുറ്റിക്കറങ്ങി നടക്കുന്നു.
അവൻ കണ്ണുകൊണ്ട് അടയാളം കാട്ടുന്നു, കാലുകൊണ്ട് തോണ്ടുന്നു, അവൻ വിരലുകൊണ്ട് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു. അവൻ തുടർച്ചയായി അനൈക്യം വിതച്ചുകൊണ്ട് വഴിപിഴച്ച ഹൃദയത്തോടെ തിന്മയ്ക്ക് കളമൊരുക്കുന്നു. തന്മൂലം പെട്ടെന്ന് അവൻ്റെ മേൽ അത്യാഹിതം നിപതിക്കും. നിമിഷത്തിനുള്ളിൽ അവൻ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകും. ഈ ഭൂമിയിൽ എന്തു സംഭവിച്ചാലും ഒരു പൊത്തുവരുത്തമുണ്ട്. എന്ത് സംഭവിച്ചാലും എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുന്ന, നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ ഇതുപോലെ ദൂഷണവും മ്ലേച്ഛതയും വമിക്കുന്ന ഒരു പൈതലാണോ നീ? ഇതുപോലെ ധിക്കാരിയും അഹങ്കാരിയുമായി നീ അനേകരുടെ പരിഹാസം പുലമ്പുന്ന, പരിഹാസം വമിക്കുന്നൊരു വായാണോ നിൻ്റെ വാ? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്, നിൻ്റെ ജീവിതത്തിലേക്ക് പിടികൂടാനിരിക്കുന്ന ഓരോ കഷ്ടതയും മുന്നറിയിപ്പ് നൽകി സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടായിരിക്കും വരിക എന്ന് വിചാരിക്കരുത്. അപ്രതീക്ഷിതമായ നിമിഷത്തിൽ പെട്ടെന്ന് അത്യാഹിതം അവൻ്റെ മേൽ ഒരു ദുരന്തം പോലെ നിപതിക്കും. പ്രതിവിധി ഇല്ലാത്ത വിധം അവൻ തകർന്നു പോകും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചിരിക്കുക. കൂട്ടുകാരെ കുറിച്ച് ദൂഷണം പറയുമ്പോൾ ശ്രദ്ധിക്കണം. നിന്നെ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിച്ച പല രഹസ്യങ്ങൾ, നീ ചതിക്കില്ല എന്ന് വിചാരിച്ച് നിന്നെ കൂടി പങ്കാളിയൊക്കെ പല കാര്യങ്ങൾ, അതിൽ നിന്നെല്ലാം മാറി നീ അവനെ ദുഷിക്കുകയാണോ? നീ അവരെ ദുഷിക്കുകയാണോ? പ്രിയ ദൈവപൈതലേ, എന്തു തന്നെ കാരണമാകട്ടെ, നീ ആരെയെങ്കിലും ദുഷിക്കുന്ന, ആരെയെങ്കിലും പരിഹസിക്കുന്ന, ആരുടെയെങ്കിലും ജീവിതത്തെക്കുറിച്ച് പരിഹാസവും ദൂഷണവും ഏഷണയും പുറപ്പെടുന്ന ഒരു വിധത്തിലാണോ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ സംസാരം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? നീ നിൻ്റെ അവസ്ഥയെക്കുറിച്ച് അറിയണം. നിൻ്റെ ഈ സ്ഥിതിയെക്കുറിച്ച് നീ മനസ്സിലാക്കണം. നീ എങ്ങോട്ടാണ് പോകുന്നത്? നാളെ നിനക്ക് വേണ്ടി പ്രതികാര സിംഹത്തെ പോലെ നിനക്ക് വേണ്ടി എങ്ങനെ കാത്തിരിക്കുന്നു നീ അറിയണം. വചനം പഠിപ്പിക്കുകയാണ്, നിമിഷത്തിനുള്ളിൽ പ്രതിവിധിയില്ലാത്ത വിധം തകർന്നു പോകാൻ തക്കവണ്ണമുള്ള തകർച്ച ഇതാ നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ജെറമ്യാ പ്രവചനത്തിൽ 50-ാം അധ്യായം 32-ാം വാക്യം, അഹങ്കരിക്കുന്നവൻ കാല് തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. വചനം പഠിപ്പിക്കുകയാണ്. അഹങ്കരിക്കുന്ന മനുഷ്യ, നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നീ ഇതുപോലെ ദൂഷണവും പരിഹാസവും തീർത്ത് നീ ചുറ്റി നടക്കുന്നത്? ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 47-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ, ക്രൂരതയിൽ നീ സന്തോഷം കണ്ടെത്തി, ആരും കാണുന്നില്ല എന്ന് നീ വിചാരിച്ചു. നിന്റെ ജ്ഞാനവും നിന്റെ അറിവും നിന്നെ വഴിതെറ്റിച്ചു. ഞാനല്ലാതെ മറ്റാരുമില്ല എന്ന് നീ അഹങ്കരിച്ചു. രക്ഷപ്പെടാൻ വയ്യാത്ത നാശം നിനക്ക് ഭവിക്കും. അപരിഹാര്യമായ അത്യാഹിതം നിനക്ക് വന്നു ചേരും. അപ്രതീക്ഷിതമായ വിനാശം നിന്റെ മേൽ പതിക്കും. അപ്രതീക്ഷിതമായ വിനാശം, അപരിഹാര്യമായ അത്യാഹിതം. എന്താ അപരിഹാര്യമായ അത്യാഹിതം എന്ന് പറഞ്ഞാൽ? പരിഹരിക്കാൻ പറ്റാത്ത അത്യാഹിതം. ഡോക്ടർമാർക്കോ എഞ്ചിനീയർമാർക്കോ സമൂഹത്തിലെ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തകർക്കോ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ വൈദികർക്കോ കാരുണ്യ പ്രവർത്തകർക്കോ ഒരാൾക്ക്, ഗവൺമെൻറ്റിന്, നാട്ടുകാർക്കോ പോലീസിനോ ഒരാൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത അപരിഹാര്യമായ അത്യാഹിതം നിന്റെ മേൽ നിപതിക്കും. യെശയ്യാ 47-ാം അധ്യായം 10-11 തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. ഓ പ്രിയ പൈതലേ, ഒരുപക്ഷെ ഇന്ന് നിനക്ക് പണം ഉണ്ടായിരിക്കാം. ഇന്ന് നീ ചോരത്തിളപ്പിൻ്റെ കാലത്ത് ഈ ചെറുപ്പത്തിൻ്റെ യൗവനത്തിൻ്റെ ഊക്കിൽ നീ നടക്കുന്നൊരു സാഹചര്യമായിരിക്കാം. ഇന്നൊരു പക്ഷേ നിനക്ക് ഒരുപാട് കൂട്ടുകെട്ടും ഒരുപാട് ജോലിയും പണവും സ്വാധീനവും ബന്ധുമിത്രങ്ങളും എല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു തിമിർപ്പിൽ നടക്കുന്നൊരു അന്തരീക്ഷമായിരിക്കാം. പക്ഷേ നീ ഒരു കാര്യം ഓർക്കണം, നെല്ലൊഴിഞ്ഞ ചാക്ക് പോലെയാകുന്ന കാലം വരും. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. സുഭാഷിതം 4:26, നടക്കുന്ന വഴി ഉത്തമമെന്ന് ഉറപ്പിക്കുക, അപ്പോൾ നീ സുരക്ഷിതനായിരിക്കും. എഴുന്നേറ്റ് നിൽക്കാം. 2 കരങ്ങൾ ഉയർത്തി, ദൈവമേ നൽവഴിക്ക് നടത്തണമേ, ദൈവമേ നൽവരങ്ങൾ നൽകണമേ, ദൈവമേ സൽസ്വഭാവം കൊണ്ട് നിറയ്ക്കണമേ, അനുഗ്രഹിക്കണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആരാധന. ഓ പിതാവേ, പിതാവേ കരുണ തോന്നണമേ, ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ.
ഈ സമൂഹത്തെ അനുഗ്രഹിക്കണമേ. അതരങ്ങളെ പവിത്രീകരിക്കണമേ. നാവ് കൊണ്ട് മറ്റുള്ളവരെ തകർക്കുന്ന ആ അരൂപിയുടെ പീഡകളിൽ നിന്നും ജനത്തെ വിടുവിക്കണമേ. ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ, ആരാധന ആരാധന ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സുഭാഷിതം 29:23 അഹങ്കാരി നിലംപതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗം തുറന്ന് സക്രാരിയിൽ വാഴും യേശു മഹേശനെ ആരാധന ആരാധന സ്തുതി ഗീതങ്ങൾ പാടി നിന്നെ നമിച്ചു പുകഴ്ത്തിടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാലങ്ങൾ നാം അധരങ്ങൾ കൊണ്ട് ദൂഷണം പറഞ്ഞ് നമ്മുടെ അധരങ്ങളെ അശുദ്ധമാക്കിയിരിക്കുക. യേശയ്യായ്ക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിരുന്നു. ദൈവം യേശയ്യായ്ക്ക് പ്രത്യക്ഷപ്പെട്ട നാളിൽ യേശയ്യ ആദ്യം ഏറ്റു പറഞ്ഞത് തൻ്റെ അശുദ്ധമായ അധരങ്ങളെ കുറിച്ചാണ്. യേശയ്യയുടെ പുസ്തകം 6-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. ഈ ദൈവ സാന്നിധ്യത്തിൽ വിറപ്പുണ്ട യേശയ്യ ദൈവത്തോട് പറയുകയാണ്, അയ്യോ ഞാൻ നശിച്ചു, എനിക്ക് ദുരിതം. കാരണം ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഇതാ എൻ്റെ നയനങ്ങൾ എൻ്റെ രാജാവായ കർത്താവിനെ ദർശിച്ചിരിക്കുന്നു. ഉടനെ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിലുകൊണ്ട് ഒരു അഗ്നിയെടുത്ത് എൻ്റെ അധരങ്ങളെ അവ കൊണ്ട് സ്പർശിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടിരിക്കുന്നു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആരാണോ തൻ്റെ അശുദ്ധിയെക്കുറിച്ച് തിരിച്ചറിയുന്നത് അവൻ ഭാഗ്യവാൻ. ആ യേശയ്യായ ദൈവം എങ്ങനെയാക്കി മാറ്റി? യേശയ്യ വലിയ അത്ഭുതങ്ങളൊരു മനുഷ്യനായി, വലിയ ലോകത്തിൽ പകരം മാറ്റിവെക്കാനില്ലാത്ത വലിയൊരു പ്രവാചകനായി യേശയ്യ രൂപാന്തരപ്പെട്ടു. 2 കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. മക്കളെ, എല്ലാവരുടെ ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെയും ദൂഷണത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒരു പീഡയുണ്ടാകാം. ഇന്ന് കൈകൾ ഉയർത്തി ആരൊക്കെ കർത്താവിനെ നിലവിളിക്കുന്നു അവിടെ വിടുതലുണ്ട്. ഉറക്കെ വിളിക്കട്ടെ, യേശുവേ 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 യേശുവേ. ഇപ്പോൾ സ്പർശിക്കണമേ കർത്താവേ, രക്ഷിക്കണമേ 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 രക്ഷിക്കണമേ. കൈകൾ ഉയർത്തി വിളിക്കുന്നു, യേശുവേ യേശുവേ, ആരാധന ആരാധന യേശുവേ.